നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉൽപ്പന്ന വില കുറഞ്ഞു. ഒക്ടോബറിൽ CPI പണപ്പെരുപ്പം 0.4% വരെ കുറയും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.8% മുകളിലെത്തുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. GST കുറഞ്ഞതും ആദായ നികുതി ഇളവുകളും വളർച്ചയ്ക്ക് പ്രേരകമായെന്നും വി അനന്ത നാഗേശ്വരൻ. $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിന് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഊന്നൽ നൽകണം. സ്വകാര്യ മൂലധന സമാഹരണം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ ആവശ്യമാണെന്നും ലോകബാങ്ക്. 113 ജെറ്റ് എഞ്ചിനുകൾ വാങ്ങുന്നതിനായി GE എയ്റോസ്പേസുമായി HAL മെഗാ കരാർ ഒപ്പിട്ടു. 8,870 കോടി രൂപയാണ് കരാർ മൂല്യം. അടുത്ത ബജറ്റിൽ ഭക്ഷ്യ സബ്സിഡി വർദ്ധിപ്പിക്കാൻ സാധ്യത. സബ്സിഡി 7 മുതൽ 8% വർദ്ധിപ്പിച്ച് 2.2 ട്രില്യൺ ആക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വിശദമായ വാർത്തകൾ നോക്കാം. ഉൽപ്പന്ന വിലകൾ കുറഞ്ഞു. ഒക്ടോബറിൽ CPI പണപ്പെരുപ്പം 0.4% വരെ കുറയും. ഉൽപ്പന്ന വിലകളിലെ തുടർച്ചയായ ഇടിവും ആഗോള പ്രവണതകളും കാരണം ഒക്ടോബറിൽ ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം കൂടുതൽ കുറയുമെന്ന് ബാങ്ക് ഓഫ് ബറോഡ റിപ്പോർട്ട് പറയുന്നു. ഇത് 0.4% മുതൽ 0.6% വരെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ ചരക്ക് സേവന നികുതി നിരക്ക് കുറച്ചതും ആഗോള ഉൽപ്പന്ന വിലകൾ ഇടിഞ്ഞതും പണപ്പെരുപ്പം കുറയാൻ കാരണമായതായി റിപ്പോർട്ട് പറയുന്നു. സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള CPI പണപ്പെരുപ്പം 1.54%. ഇത് 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. ഒക്ടോബറിൽ തുടർച്ചയായി 6ാം മാസവും പ്രധാന ഇനങ്ങളുടെ വില ചുരുങ്ങുന്നത് തുടർന്നു. സൂചിക വാർഷികാടിസ്ഥാനത്തിൽ 3.6% കുറഞ്ഞു. നവംബർ വരെ താഴേക്കുള്ള പ്രവണത തുടർന്നു. 2025 നവംബർ 6 വരെ സൂചിക വാർഷികാടിസ്ഥാനത്തിൽ 3.8% ഇടിഞ്ഞു. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നീ പച്ചക്കറികളിലെ കുത്തനെയുള്ള വിലയിടിവാണ് പ്രധാനമായും ഇതിന് കാരണമായത്. ഒക്ടോബറിൽ ഉള്ളിയുടെ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 51.2% കുറഞ്ഞു. 2020 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണിത്. തക്കാളിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും ചില്ലറ വിൽപ്പന യഥാക്രമം 39.9%, 31.3% കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.8% മുകളിലെത്തുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. GST കുറഞ്ഞതും ആദായ നികുതി ഇളവുകളും വളർച്ചയ്ക്ക് പ്രേരകമായെന്നും വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു. GST നിരക്ക് കുറച്ചതും ആദായ നികുതി ഇളവും നൽകിയ ഉപഭോഗ വർധനവ് മൂലം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സാമ്പത്തിക വളർച്ച 6.8% മുകളിലായിരിക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു. ജനുവരിയിൽ പാർലമെന്റിൽ സമർപ്പിച്ച സാമ്പത്തിക സർവേയിൽ 2026 സാമ്പത്തിക വർഷത്തിൽ 6.8% സാമ്പത്തിക വളർച്ച പ്രവചിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച രേഖപ്പെടുത്തി. പ്രധാനമായും കാർഷിക മേഖലയുടെ മികച്ച പ്രകടനമാണ് ഇതിന് കാരണമായത്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ചൈനയുടെ GDP വളർച്ച 5.2%-ലായിരുന്നതിനാൽ ഇന്ത്യയുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയെ തുടരുന്നു. US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ അവസാനിച്ചാൽ വളർച്ചയുടെ വേഗത വർദ്ധിക്കുമെന്ന് നാഗേശ്വരൻ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 50% കുത്തനെയുള്ള തീരുവ ചുമത്തി. ഇത് ഓഗസ്റ്റ് 27 പ്രാബല്യത്തിൽ വന്നു. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനുള്ള 25% പിഴ ഉൾപ്പെടെയാണ് ഈ താരിഫ് വർധന. US-ഉമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ഉടൻ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിന് ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. സ്വകാര്യ മൂലധന സമാഹരണം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ ആവശ്യമാണെന്നും ലോകബാങ്ക്. 2047 ഇന്ത്യ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്വകാര്യ മൂലധന സമാഹരണം വർദ്ധിപ്പിക്കണം. ഇതോടൊപ്പം സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും വേണമെന്ന് ലോകബാങ്ക് വ്യക്തമാക്കി. 2017 അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും സംയുക്തമായി നടപ്പിലാക്കിയ ഫിനാൻഷ്യൽ സെക്ടർ അസസ്മെന്റ് പ്രോഗ്രാമിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ സ്ഥിരതയുള്ളതായി മാറിയിട്ടുണ്ടെന്ന് ലോകബാങ്ക് പറയുന്നു. വിവിധ ദുരിതങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കരകയറാൻ സാമ്പത്തിക മേഖലാ പരിഷ്കാരങ്ങൾ ഇന്ത്യയെ സഹായിച്ചുവെന്ന് റിപ്പോർട്ട് അംഗീകരിക്കുന്നു.
സഹകരണ ബാങ്കുകളിൽ നിയമങ്ങൾ കർശനമാക്കിയത് ഫലപ്രാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാങ്കുകളുടെയും ബാങ്കിംഗ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും മികച്ച മേൽനോട്ടത്തിനായി ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റ് ചട്ടക്കൂട് കൂടുതൽ ശക്തിപ്പെടുത്താൻ ലോകബാങ്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മൂലധന വിപണികൾ GDP-യുടെ 144% നിന്ന് ഏകദേശം 175% വർദ്ധിച്ചതായി ലോകബാങ്ക് അഭിപ്രായപ്പെടുന്നു. ശക്തമായ മൂലധന വിപണിയും വൈവിധ്യമാർന്ന നിക്ഷേപക അടിത്തറയും ഈ നേട്ടങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിജിറ്റൽ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് സാമ്പത്തിക സേവനങ്ങളിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയെന്ന് ലോകബാങ്കിന്റെ സാമ്പത്തിക മേഖലാ വിലയിരുത്തൽ റിപ്പോർട്ട് അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 113 ജെറ്റ് എഞ്ചിനുകൾ വാങ്ങുന്നതിനായി GE എയ്റോസ്പേസുമായി HAL മെഗാ കരാർ ഒപ്പിട്ടു. 8,870 കോടി രൂപയാണ് കരാർ മൂല്യം. 113 ജെറ്റ് എഞ്ചിനുകൾ വാങ്ങുന്നതിന് HAL $1 ബില്യൺ മെഗാ കരാറിലാണ് ഒപ്പുവെച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ GE എയ്റോസ്പേസുമായാണ് കരാറിൽ ഏർപ്പെട്ടത്. കരാർ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്നു. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ-US ബന്ധത്തിൽ മാന്ദ്യമുണ്ടായിട്ടും കരാർ ഉറപ്പിച്ചത് ശ്രദ്ധേയമായ നടപടിയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നു. കരാർ പ്രകാരം ജെറ്റ് എഞ്ചിനുകളുടെ വിതരണം 2027 മുതൽ ആരംഭിക്കുമെന്നും 2032 വിതരണം പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏകദേശം 8,870 കോടി രൂപയാണ് കരാറിന്റെ മൂല്യം. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 97 തേജസ് ലൈറ്റ് കോംബാറ്റ് വിമാനങ്ങൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം സെപ്റ്റംബറിൽ HAL-യുമായി 62,370 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു. ഉയർന്ന വായുസമ്മർദ്ദമുള്ള പരിസ്ഥിതികളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണ് തേജസ്. വ്യോമ പ്രതിരോധം, സമുദ്ര നിരീക്ഷണം, സ്ട്രൈക്ക് റോളുകൾ എന്നിവ ഏറ്റെടുക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത ബജറ്റിൽ ഭക്ഷ്യ സബ്സിഡി വർദ്ധിപ്പിക്കാൻ സാധ്യത. സബ്സിഡി 7 മുതൽ 8% വർദ്ധിപ്പിച്ച് 2.2 ട്രില്യൺ ആക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 2027 ബജറ്റിൽ ഭക്ഷ്യ സബ്സിഡിയിൽ 7 മുതൽ 8% വർധനവ് കേന്ദ്രം ലക്ഷ്യമിടുന്നു. ഭക്ഷ്യ സബ്സിഡിയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് $2.03 ട്രില്യൺ നിന്ന് 2.17 2.19 ട്രില്യൺ ഉയരുമെന്നാണ് പ്രാഥമിക മന്ത്രിതല ചർച്ചകൾ വ്യക്തമാക്കുന്നത്. ഈ സംഖ്യകൾ 2027 ധാന്യ സംഭരണത്തിന്റെയും വിതരണത്തിന്റെയും വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നും വരും മാസങ്ങളിലെ സാഹചര്യത്തെ ആശ്രയിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും സാമ്പത്തിക വൃത്തങ്ങൾ പറഞ്ഞു. ധാന്യ സ്റ്റോക്കുകളുടെ വർധനവാണ് പ്രധാനമായും സബ്സിഡി വർധനവിന് കാരണം. PMGKAY പോലുള്ള സർക്കാർ പദ്ധതികൾ പ്രകാരം സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള വർദ്ധിച്ചുവരുന്ന ചെലവാണ് മറ്റൊരു കാരണം. ഭക്ഷ്യ സബ്സിഡികളുടെ 70%-ലധികം കൈകാര്യം ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള ഏകദേശ ചെലവ് 1.4 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1.7 ലക്ഷം കോടി രൂപയായി പരിഷ്കരിച്ചിരുന്നു. ധാന്യങ്ങൾക്കായുള്ള FCIയുടെ സാമ്പത്തിക ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ അരിക്ക് കിലോഗ്രാമിന് 41 രൂപ 73 പൈസയും ഗോതമ്പിന് 29 രൂപ 80 പൈസയുമാണ് കണക്കാക്കിയ ചെലവ്. 2025 സാമ്പത്തിക വർഷത്തിൽ 40 രൂപ 42 പൈസയും 28 രൂപ 50 പൈസയുമായിരുന്നു ഇത്. ഈ ചെലവുകളിൽ മിനിമം താങ്ങുവില, ഗതാഗതം, സംഭരണ ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഓപ്പൺ മാർക്കറ്റ് വിൽപ്പനയിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ അധിക സ്റ്റോക്കുകൾ ലിക്വിഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവ സ്റ്റോക്ക് ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും സർക്കാരിന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. 2026 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന, എത്തനോൾ ഉൽപാദനം, ഭാരത് റൈസ് സംരംഭം എന്നിവയുൾപ്പെടെ വിവിധ പദ്ധതികളിലൂടെ FCI സബ്സിഡി നിരക്കിൽ 5.63 മെട്രിക് ടൺ അരി വിറ്റഴിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 11,185 രൂപയും പവന് 89,480 രൂപയുമാണ് വില. വെള്ളിവിലയിലും മാറ്റമില്ല. ഗ്രാമിന് 157 രൂപയിലാണ് വ്യാപാരം. ഉൽപ്പന്ന വില കുറഞ്ഞു. ഒക്ടോബറിൽ CPI പണപ്പെരുപ്പം 0.4% വരെ കുറയും.
ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.8% മുകളിലെത്തുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. GST കുറഞ്ഞതും ആദായ നികുതി ഇളവുകളും വളർച്ചയ്ക്ക് പ്രേരകമായെന്നും വി അനന്ത നാഗേശ്വരൻ. $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിന് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഊന്നൽ നൽകണം. സ്വകാര്യ മൂലധന സമാഹരണം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ ആവശ്യമാണെന്നും ലോകബാങ്ക്. 113 ജെറ്റ് എഞ്ചിനുകൾ വാങ്ങുന്നതിനായി GE എയ്റോസ്പേസുമായി HAL മെഗാ കരാർ ഒപ്പിട്ടു. 8,870 കോടി രൂപയാണ് കരാർ മൂല്യം. അടുത്ത ബജറ്റിൽ ഭക്ഷ്യ സബ്സിഡി വർദ്ധിപ്പിക്കാൻ സാധ്യത. സബ്സിഡി 7 മുതൽ 8% വർദ്ധിപ്പിച്ച് 2.2 ട്രില്യൺ ആക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.